ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേക്ക് വ്ളോഗാണ്. 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് റെഡിയാക്കാനായിട്ട് കേക്കിൻ്റെ സ്പഞ്ചിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫുൾ റെസിപ്പി ഇൻഷാ അള്ളാ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്ന വീഡിയോ ലെങ്തായി പോണ്ടാവേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വെക്കേഷന് വീട്ടിലോട്ട് പോണതിൻ്റെ തലേന്ന് ഉള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇടാണ്ടിരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റിൽ 2 തവണയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്പഞ്ചാണ്. നമ്മൾ 8 ഇഞ്ചിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സ്പഞ്ചി ആയിട്ടുള്ള നല്ല മോയ്സ്ചർ ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ആക്കാം. പിന്നെ ഇതൊരു ടോൾ കേക്കായിട്ടാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങൾ ഡിസൈനൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഇന്ന് അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഡിസൈന്. പിന്നെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് കുറച്ച് നല്ല അടിപൊളിയിൽ ഫോക്സ് ബോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വർക്കായിരുന്നു കേട്ടോ ഇത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നെ നമുക്ക് ഒരു 3 കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫറൂട്ടീൻ്റെ ബർത്ത്ഡേൻ്റെ കേക്കും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ തിരക്കിലിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതവിടെ നമ്മൾ 8 ഇഞ്ചിൽ 2 തവണയായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള സ്പഞ്ചാണ്. 1.5 kg വെയിറ്റിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വ്ളോഗും അതുപോലെ തന്നെ കുക്കിങ്സ് മാത്രമല്ല കേട്ടോ, നമ്മൾ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇടാറുമുണ്ട്. അപ്പോൾ കുക്കിങ്ങും ബേക്കിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോട്ടോ. നമ്മളിതിൽ കൂടുതൽ ബേക്കിങ് കാണിക്കുന്നില്ല, ഡെക്കറേഷനാണ് കേട്ടോ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഇടാം കേട്ടോ. അങ്ങനെ അതവിടെ ചെറീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ക്രീം കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഫിനിഷിംഗ് ആക്കി ചെയ്തെടുക്കാൻ നോക്കണം. പ്രത്യേകം ടോൾ കേക്ക് കേട്ടോ. അപ്പോഴാണ് ഫൈനൽ ചെയ്യുമ്പോൾ നമുക്ക് അത്ര കഷ്ടപ്പാട് തോന്നില്ല കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ടെഡീനെ ഉണ്ടാക്കിയപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അതൊന്ന് ഡ്രൈ ആക്കുന്ന ടൈമിൽ അത് മറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മൊത്തത്തിൽ ഡ്രൈ ആയി പോയപ്പോൾ അതൊന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ട്. അവർ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ, ഒരു സ്റ്റിക്കൊക്കെ കുത്തിയിട്ട്. അങ്ങനെ ഇതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വർക്കാണ് കേട്ടോ. ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇതും 1.5 kg ആണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ലോങ് ആയിട്ട് ഡെലിവറി ചെയ്യേണ്ട ഒരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്ക് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്വയറിൽ വേണം, കുറച്ചധികം ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർക്ക് ഇഷ്ടമുള്ളതൊന്ന് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വർക്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറ് കാര്യങ്ങളിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ബ്ലൂ കളർ തീമിലാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓവർ കളർ ചേർക്കേണ്ട പറഞ്ഞിട്ട് വൈറ്റിലാണ് കേട്ടോ നമ്മൾ സെക്കൻഡ് ഐസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡെക്കറേഷൻ ഫ്ലവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വൈറ്റ് കളറും ഗോൾഡ് കളറും അതുപോലെ തന്നെ വൈറ്റിൽ വലിയ ബോൾസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെയിംസ് കാര്യങ്ങളൊക്കെ ഫോണ്ടൻറ്റിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഫസ്റ്റ് 1 എന്നുള്ള ഒരു ടോപ്പറും അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറും അതുപോലെ 2 ബട്ടർഫ്ലൈയും അങ്ങനെയാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ഒരു കവറിലാക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള പിക്ചർ മേലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വർക്ക് വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതും കസ്റ്റമർ പറഞ്ഞിട്ടുള്ള അതേ ഡിസൈനിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ തീം പറയാൻ ബേക്കറി സ്റ്റൈലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലുക്കും കൂടി കാണിച്ചു തരാം. ഇത് നമുക്ക് കസ്റ്റമർ ഇതേ രീതിക്ക് ചെയ്ത് തന്നാൽ മതി പറഞ്ഞിട്ട് ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു. അതേ രീതിക്കാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്കുകളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.